കിഡിലെ 4 ഇവന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതേ 4 ചെറിയ ചെറിയ ബ്രേക്ക് ഡൗണും പിന്നെ മഴ പെയ്യുമ്പോ വീട്ടിൽ നിന്ന് ഒരു ചൂട് ചായ മസാല കപ്പലണ്ടി പുലിയും പൊടിച്ചിട്ട് 2 കപ്പലണ്ടി വരട്ടി ചായയുടെ സിപ്പൂട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഇല്ല. അതേപോലെ ജൂൺ മാസത്തിൽ നമുക്ക് കിട്ടിയേക്കണ ഫൈറ്റ്. ജോൺസ് റിട്ടയർ ചെയ്തതിന്റെ എന്തുകൊണ്ടാണ് റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ ചെയ്യൂലേ? ഈ വീഡിയോ കുറച്ചു നേരം കണ്ടിരിക്കട്ടെ. കാരണം എന്താ പറയാ, കുറച്ച് പേര് കുറെ നേരം കണ്ടാലും ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ സെറ്റപ്പ് മാറി അടിപൊളിയാവുള്ളൂ. മറ്റേ കോരിച്ചെറിയണ മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 360 തുടങ്ങാൻ അടിവലിയും എല്ലാം നിർത്തിയ ഷോണമാലി ജയിക്കോ? ചിലപ്പോ. പിന്നെ ഒരു പ്രശ്നമുണ്ട്, മെറാബിനെ പോലെ 10 പേരില്ലാത്ത കാരണം ഷോണമാലിക്ക് ചിലപ്പോ പണി കിട്ടും. അടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗിൽസൺ. അപ്പൊ ഗായ്സ് ഇവ എല്ലാരും പറയണ ഷോണമാലി എല്ലാം വലിയ കുടിയൊക്കെ നിർത്തി വന്നിരിക്കുകയാണ്. വലിയും കുടി നിർത്തി കഴിഞ്ഞാൽ പറ്റുന്ന നന്നാവൂലെന്ന് നമുക്ക് പറയാം, ഇപ്രാവശ്യം അറിയാം. ഞാൻ പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് ഷോണമാലിയുടെ ഡിസിപ്ലിൻ മനസ്സ് പറയണു. കാരണം മെരാബിനെ പോലത്തെ ഒരു ഫൈറ്ററെ തോപ്പിക്കാൻ അറിയാല്ല, ഫ്ലാഷ് കെയോ. കാരണം ഡിസിഷനിൽ മെരാബിനെ തോപ്പിക്കാൻ ഇമ്പോസിബിൾ ടാസ്ക് ആണ്. അതിനുള്ള കാർഡിയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഷീ സ്നൈപ്പറാണ് കറക്റ്റായിട്ട്. ഇപ്പൊ ഹെഡ് വരികയാണെങ്കിൽ ഹെഡ് എവിടെ വരും എന്ന് നോക്കി പഞ്ച് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരില്ലേ, അതാണ് ഷിനോമാലി. അപ്പോൾ ഞാൻ ഷിനോമാലിക്ക് ഒരു ചാൻസ് കണ്ടേ. മെരാബിയാണ് കൂടുതൽ 55-45 ആണ്. എന്നാൽ ഷിനോമാലി ജയിക്കും എന്റെ മനസ്സിൽ എവിടെയോ ആരോ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല ഈ ഫീൽ. നിങ്ങൾക്കും ചിലപ്പോ ഉണ്ടാവാം. ഫസ്റ്റ് ഫൈറ്റ് ഓക്കെ സൂപ്പർ ഡോമിനേഷൻ ഒക്കെ ആയിരുന്നു, എന്നാലും ഒരു 2 റൗണ്ട് ജയിച്ചു ഷോണമാലി. അപ്പൊ പക്ഷെ ആ ജയിച്ച റൗണ്ട് അധികം ഹെർട്ടായില്ലേലും ലാൻഡ് 2 റൗണ്ട് ജയിച്ചെന്ന് പറഞ്ഞാലും ഒരു ചെറിയ ഡോമിനേഷനും ആയിരുന്നു ഇത് ചില സമയത്തൊക്കെ. അതാണ് മനസ്സിലായി. ഒരുമാതിരി എന്താ പറയാ, മറ്റേ ഇങ്ങനെ 10 പ്രാവശ്യമൊക്കെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഷോ അവിടെ എങ്ങനെ നോക്കിയിട്ടുണ്ടാവുമല്ലേ. ഒരാളിന് നീ അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചതൊക്കെ അല്ല വിട്, ഞാൻ അതൊക്കെ വേറെ പറഞ്ഞാണ്. എന്നാലും അതൊരു മുംജിക്ക് പാവ മൂവ്മെന്റ് ആയി പോയല്ലേ. അത് മറ്റേ കോച്ചിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായത് സെയിം ഫൈറ്റ് ആണ്. മറ്റേ വൃത്തികേടാ. എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ടിമ്മിനേറ്റി നാറി. എന്താ കാര്യം എന്ന് പറഞ്ഞാ, അൽജബിന്റെ ഫൈറ്റിലില്ലേ, അൽജബിനെ അറ്റാക്ക് ചെയ്യാൻ കാര്യം എന്താന്ന് അറിയിക്കുന്ന ഈ പട്ടി അൽച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് സ്വന്തം കോർണറാണെന്ന് വിചാരിച്ചാൽ അൽജോ ട്രിഗറായി. ചീനാണെങ്കിൽ ഇവിടെ മറ്റേ വണ്ടി വെച്ച് വാട്ട വന്നിന്ന് പറഞ്ഞിരിക്കണേ. നമുക്ക് തന്നെ കൊടുത്ത് ആ സാധനം എനിക്ക് ഇഷ്ടപ്പെടില്ല. ഡെർട്ടി ടാറ്റിക്സ് ആണ്. പക്ഷേ മുറിയൊക്കെ ചെയ്യണം. മുറിയണോ. അപ്പൊ മറ്റേ ഇവിടെ മറ്റേ ബാർസയിലില്ലേ റിയൽ മാഡ്രിഡിനെ ഹേറ്റ് ചെയ്യാനാണ് ആദ്യം പഠിപ്പിക്കണം. മൊറീനോ ബാർസയിൽ വർക്ക് ചെയ്താണ്ട. ഫസ്റ്റ് തിങ് ദാറ്റ് ടീച്ചേഴ്സ് ബാർസലോണ ഈസ് ടു ഹേറ്റ് റിയൽ മാഡ്രിഡ്. ഈ മൊറീനോ റയലിൽ വന്ന ടൈമില് നാഷണൽ ടീമിൽ പോലും തമ്മിൽ ഇതായിരുന്നു ഈ മൊറീനോ കാരണം, ഇത് ബാർസ കാരണം. ഓക്കെ കാഴ്ച. അപ്പൊ അടുത്ത പോയിന്റിലോട്ട് കിടക്കാം. ഞാൻ ഈ ഫൈറ്റിനെ പറ്റി പറയുമ്പോ എങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ അറിയാല. ഫസ്റ്റ് റൗണ്ട് മെരാബ് എപ്പോഴും സ്ലോയിലാണ്. അപ്പൊ ഷിനോമാലിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഫസ്റ്റ് റൗണ്ടിലാണ്, കാരണം ഫുള്ള് പവർ. സെക്കൻഡ് റൗണ്ടിലോട്ടൊക്കെ പോകുമ്പോൾ മെരാബ് പവർ കൂടി വരും. സാധാരണ ആൾക്കാരുടെ ഗ്രാഫ് അല്ല, സാധാരണ ആൾക്കാർ എനർജി കുറയില്ലേ. മെരാബിന് ഓരോ റൗണ്ട് കൂടുന്നോറും അപ്പൊ പവർ. അപ്പൊ സെക്കൻഡ് റൗണ്ടിലെ മെരാബിനേക്കാളും പവറും സ്റ്റാമിനയും കൂടുതലാണ് തേർഡ് റൗണ്ടിലെ മെരാബിനേക്കാളും പവറും സ്റ്റാമിനയും കൂടുതലാണ് ഫോർത്ത് റൗണ്ട് മെരാബിന്. അപ്പൊ അതുകൊണ്ട് റൗണ്ട് കൂടുന്നതും മെരാബിന്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും. എന്നാലും എനിക്കറിയില്ല എവിടെയൊക്കെ ഷിനോമാലി ജയിക്കുന്നതിന്റെ മനസ്സ് പറഞ്ഞ എനിക്കറിയില്ലത്. മറ്റേ ഈ വെള്ളോടി ഇതില്ല. പക്ഷെ പുള്ളിയുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ വിലയിരുത്തിയാൽ പോലും ജയിക്കൂലെന്ന് പറഞ്ഞു മെറാബായിട്ട്. കഷ്ടപ്പാടല്ലേ ഡിസിപ്ലിൻ. അപ്പൊ നീ ഒന്നും ഡിസിപ്ലിൻ ഓക്കെ, പക്ഷെ ഒപ്പോണന്റ് വേറൊരു ടൈപ്പ് ആണെങ്കിൽ, അൺബീറ്റബിൾ ഒപ്പോണന്റ് ആണെങ്കിൽ ഡിസിപ്ലിൻ എത്ര ഉണ്ടായിട്ട് കാര്യമുണ്ടാ, ചാൻസ് കൂടും. പക്ഷെ അല്ല ഇപ്പൊ മറ്റേ പറഞ്ഞില്ലേ പഞ്ചേഴ്സ് ചാൻസിൽ ഏറ്റവും കിടിലം പഞ്ചേഴ്സ് ചാൻസ് ഉള്ള ഫൈറ്റ് ആണിത്. സാധാരണ പഞ്ചേഴ്സ് ചാൻസ് അല്ല, കിടിലം പഞ്ചേഴ്സ് ചാൻസ്. കാരണം മെരാബ് ഫിനിഷ് ചെയ്യാൻ പോലുള്ള, അതാണ് ഞാൻ പറയാൻ കാര്യം. മെരാബ് ആരും ഫിനിഷ് ചെയ്യില്ല, 2 പെണ്ണുങ്ങളെ പോലും. മെരാബ് എനിക്കറിയില്ല, വയങ്ങുട്ടും 11 ബെലാലിന്റെ സെയിം ലെവൽ ഫിനിഷിംഗ് ആണ്. ബെലാല് ഫിനിഷിംഗ് എന്ന് പറയല്ല, ഫിനിഷിംഗേ ഇല്ല. ഈ അടുത്ത് ബ്രേഡിനെങ്കിലും ഫിനിഷ് ചെയ്ത് മെറാബ് അവസാനം 12 പതിൽ 11 ഡിസിഷൻ. അപ്പൊ മനസ്സിലാ ഷിനോമാലിക്ക് എങ്ങനെ പറയണമെന്നറിയോ, 25 മിനിറ്റ് എന്തായാലും ഉണ്ടാവും, കാരണം ഫിനിഷ് ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പൊ ഒരു സെക്കൻഡ് ഒരു പഞ്ച് ഇങ്ങനെ ഷിനോമാലിയുടെ മറ്റേ ശരീരം എന്നൊക്കെ പറഞ്ഞ മറ്റേ സാധനം പറഞ്ഞില്ല, ഭയങ്കര ടെക്നിക്കലാണ് ഷിനോമാലി. സ്ട്രൈക്കിംഗ് ലെവലിൽ ഒരിക്കലും അഡസാനിയുടെ ലെവലൊന്നും ഞാൻ കാണില്ല. പക്ഷെ അഡസാനിയുടെ പോലത്തെ അല്ല, വേറെ അൺഓർത്തഡോക്സ് ഇതൊക്കെ കൊണ്ടുവന്ന ഒരു പ്രത്യേക ലെവലാണ് ഷിനോമാലി. പ്രത്യേക ടൈപ്പ് കിക്ക് ബോക്സറാണ്, MMA കിക്ക് ബോക്സറാണ്.
അപ്പൊ പിന്നെ നിലത്ത് വീണാലും എണീറ്റ് വരുന്നല്ലോ. അത് എണീക്കും പറഞ്ഞാ ഇവരൊരു കാരണം പറയണട്ടാ. അപ്പൊ എക്സ്ക്യൂസ് പോലെ അല്ല പറഞ്ഞത്, ഇത് ലോജിക്കൽ ഫാക്ട് വെച്ചാ പറഞ്ഞ. ഇഞ്ചുറി ഉണ്ടായിരുന്നു, അപ്പൊ അത് കാരണം റെസ്ലിംഗ് ഡ്രിൽ ചെയ്യാൻ പറ്റില്ല, ഗ്രാപ്ലിംഗ് ഒട്ടും ഡ്രിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെറാബായിട്ട് ആ സാധനം ഡ്രിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സീനാണ്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ അതാ ചെയ്യണ്ടേ. എന്നിട്ട് പോലും ഫിഫ്ത് റൗണ്ടിൽ മെരാബിനെ ചെറുതായിട്ട് ഹെർട്ട് ചെയ്തില്ലേ, ഓർമ്മയില്ലേ? പിന്നെ അപ്പൊ എല്ലാം അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു അത് എല്ലാരും അങ്ങനെ എടുക്കാൻ പോയെന്നോ. പക്ഷെ ആ സ്പീക്കർ എന്നുള്ള ആ വെന്യൂവിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കാരണമാണ് പുള്ളി ഫൈറ്റ് ചെയ്തത്. കാരണം അതൊരു ഗോൾഡ് ഇവന്റ് ആണ്. ആ ഇവന്റ് ഹിസ്റ്ററിയിൽ ചെയ്ത് അവാർഡ് കിട്ടി, ഒരു ഹിസ്റ്ററി മൊമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എടുത്താന്ന് പറയണം. അപ്പൊ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫൈറ്റ് എങ്ങനെ പോകുന്ന എല്ലാവർക്കും അറിയാല്ല. ഫസ്റ്റ് റൗണ്ട് മെരാബ് സ്ലോ ആയിരിക്കും, സെക്കൻഡ് റൗണ്ട് മെരാബ് കയറിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഷിനോമാലി ക്യാച്ച് ചെയ്യോ ഇല്ലേ, അല്ലെങ്കിൽ മെരാബ് വൺ വെയിറ്റ് വിത്തുള്ളൂ. മെരാബ് പറഞ്ഞ ഐ വിൽ സ്ട്രൈക്ക് വിത്ത് ഒമാലി എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു പഞ്ചക കൊള്ളിച്ചേക്കാം കുറച്ച്, എന്നാലും ഐ വിൽ സ്ട്രൈക്ക് ഭയങ്കര മണ്ടത്തിലോണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇനി എങ്ങാനും ഫിനിഷ് നടക്കണമെങ്കിൽ ഫിനിഷ് നടക്കൂല. കഴിഞ്ഞ പ്രാവശ്യം ഗില്ലറ്റിനൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ സിമ്പിൾ ആയിട്ട് ഒമാലി തലേക്ക് ഊരി പോന്ന്. എടാ ഒമാലിക്ക ഗ്രാപ്ലിംഗ് ഉണ്ട്, ബ്രൗൺ ബെൽറ്റ് ആണ് അത്യാവശ്യം. പക്ഷെ റെസ്ലിംഗ് ആണ് മെരാബിന്റെ ഭയങ്കര കൂടിയ റെസ്ലിംഗ് ആയിപ്പോയി. പിന്നെ വേറെ സീനുണ്ട്, ഈ ഷോണന്മാരുടെ കാലൊക്കെ ഭയങ്കര നീട്ടിട്ടല്ലോ. അപ്പൊ അത് കാരണം അല്ലെ ഇംബാലൻസ്ഡ് ആണല്ലോ. ഒരു സ്ഥലത്ത് പിടിച്ച് കഴിഞ്ഞാൽ നേരെ താഴെടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതിന്റെ പ്രഡിക്ഷൻ എന്താണ് ഒഫീഷ്യൽ? ഒരു തേർഡ് റൗണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ട് അവസാനത്തോട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സംഭവം. ഒരു വകയില്ലേ മെരാബിന്റെ ലെഗസിനെ ശരിക്കും ബാധിക്കൂലേ? പിന്നെ ഗോട്ടായിട്ട് എല്ലാരും പറഞ്ഞേ, ഇപ്പൊ ഗോട്ടാണെന്ന് എല്ലാരും ഓൾമോസ്റ്റ് അംഗീകരിച്ച്. ഇതും കൂടി കഴിഞ്ഞ് കുറച്ചും കഴിഞ്ഞാൽ ഗോട്ടോ ഡെഫിനറ്റീവ് ഗോട്ടാവും. ഒമാലിനെ തോപ്പിച്ചത് ഒരു പ്രാവശ്യം നല്ല രീതിയിൽ തോപ്പിച്ചാണ്. ഒമാലിനെ തോപ്പിച്ചോണ്ടല്ല ഗോട്ടാവണം, ഇത്രയും ഡെഫിനറ്റ് സ്റ്റേറ്റ്മെന്റ് ആയില്ലേ. റെസ്യൂം എടുത്ത് നോക്കിയ പുള്ളിടാ, പീറ്റർ യാൻ, ഉമാർ, ഇവൻ, ഷീനോമാലി, എത്ര കിട്ടില്ല തോപ്പിക്കാനുണ്ടാവും. അത് അടുത്ത ഫൈറ്റ്, അത് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം മെരാബ് നല്ല കോൺഫിഡന്റ് ആണ്. കാരണം സീനോമാലി പേടിച്ച് തൂറിയായിരിക്കും ഇരിക്കണം, അറിയാലോ. ഇപ്പൊ അലക്സ് പെരേര ഈ ഫൈറ്റില് ഇസ്രായേൽ ട്രെയിൻ ചെയ്തില്ലേ, എന്താ കാര്യം എന്നറിയോ? പെരേരേനെ മറികടക്കാൻ ഒരു വേറൊരു ഡീപ്പ് ലെവലിലോട്ട് പോയി. ആ പ്രസ് കോൺഫറൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ സീനോമാലി. പെരേര ഇതേപോലെ സീനോമാലിനെ മെരാബ് അത്രക്ക് ഡോമിനേറ്റ് ചെയ്തല്ല. അപ്പൊ അതുകൊണ്ട് അത് തോപ്പിക്കാനായിട്ട് ആ ലെവലിൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടി എടുത്ത് ടിപ്സ് ഒക്കെ ചോദിക്കാനാ പോയത്. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി എല്ലാ ടൂളുമായിട്ട് വന്നേക്കണം, കണ്ടറിയാം നടക്കില്ല എന്ന്. എനിക്ക് എന്റെ മനസ്സ് എവിടെ പറഞ്ഞില്ലേ, പറയാനുണ്ട് മെരാബ് തോക്കാൻ ചാൻസ് ഉണ്ട്, സീനോമാലി ജയിച്ചേക്കാം. എന്നാലും ഐ ആം ഗോയിങ് വിത്ത് 55-45 മെരാബ് വിക്ടറി, ബട്ട് സ്റ്റിൽ ഹ്യൂജ് ഓൺ ഒമാലി. 25 മിനിറ്റ് ഉണ്ടെങ്കിലും ആദ്യത്തെ 10 മിനിറ്റില് വേഗം കെയോ ആക്കി കഴിഞ്ഞാൽ മറ്റേ ആൽജമീന്റെ ഒക്കെ പോലെ നടന്നു കഴിഞ്ഞാൽ ഓക്കെ. കാരണം ഇപ്പൊ മെറാബ് ഷോ ബോട്ട് ചെയ്തല്ലേ വിജയിക്കുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ജയിക്കണ മെറാബ് ഈ ഷോ ബോട്ടിങ് എത്ര വർക്ക് ഷോ ബോട്ടിങ് കറക്റ്റ് മൊമെന്റ് ചെയ്യും. അപ്പൊ ജഡ്ജസിന് പറ്റിക്കും. പക്ഷെ കുറച്ച് ഫിഗർ ഔട്ട് ചെയ്യണ്ട, എന്തായാലും വെറുതെ ഷോ ബോട്ട് ശരിക്കും പറഞ്ഞാൽ അവന് ഇടിയിട്ടിട്ട് ഷോ ബോട്ട് ചെയ്യാൻ പറ്റില്ല, കൊടുത്തിട്ടാണ് ഷോ ബോട്ട് ചെയ്യണം. ബ്രോക്ക് ലെസ്നറും ജൂലിയാനപ്പനെ എന്താണ് നീ ബോഡി ഷേമിങ് നടത്തണം. ഗൈസ് ക്യാൻസൽ ഗിൽസൺ പെറ്റീഷൻ ടു ക്യാൻസൽ ഗിൽസൺ ഓൺലൈൻ. എനിക്ക് ഈ ഫൈറ്റ് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞില്ലേ, ജൂലിയാനും ഭയങ്കര സ്കിൽഡാണ് ഇവൻ. അപ്പോണന്ത് ഇല്ലാത്ത ദാരിദ്ര്യം കൊണ്ടും ട്രാഷ് ടോക്കും കൊണ്ടും മാത്രം പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ജൂലിയൻ. എനിക്ക് അവളെ ഭയങ്കര പൊളിയാണ്. ഞാൻ ഇടക്കിടക്ക് ദേഷ്യം വരുമ്പില്ലേ ജൂലിയനെ അമാൻഡോനെ പ്രയോജിയാണ് വീഡിയോ ഒന്ന് കാണാൻ സ്ലോ മോഷൻ, അപ്പൊ മനസ്സൊന്ന് തണുക്കും. അത്ര പൊളിയാണ് എനിക്ക് അവളെ. അപ്പൊ അവളുടെ ട്രാഷ് ടോക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, ട്രാഷ് ടോക്ക് അല്ല പറയിച്ചു. എനിക്ക് അതിനെ പറയാൻ താല്പര്യമില്ല. പക്ഷെ എങ്ങനെ അമാൻഡോസിന്റെ വിക്ടറി ഫ്ലൂക്ക് ആണെന്നുള്ള ഏറ്റവും വലിയ പ്രൂഫാണ് തേർഡ് ഫൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫൈറ്റ് റീമാച്ചിൽ 50-44 ചെയ്ത് കളഞ്ഞി ഗൈസ്, 50-44. ആ ഫൈറ്റിലും അമാൻഡോസ് പറഞ്ഞത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ അവളുടെ കോച്ചസ് അവളോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് അമേരിക്കൻ ടോപ്പ് ടീമിൽ നിന്ന് റിസൈൻ ചെയ്ത് ആ തോൽവിയുടെ ജൂലിയാനോടെ. കാരണം എന്റെ കോച്ചസ് എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ലെന്നും പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അമാൻഡോസ് എടുത്ത് കറക്റ്റ് എനിക്കതെ ഞാൻ പറയാം, ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യരുത്, കാരണം ഫൈറ്റ് കഴിവാണ്. പക്ഷെ ഞാൻ ഫ്ലൂക്ക് എന്ന് പറഞ്ഞ ഒരു വിക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വിക്ടറി ഇതാണ്. ഇതൊരു ഫ്ലൂക്ക് വിക്ടറി ആയിരുന്നു അമാൻഡോസ്. പ്രൂഫ് ഉണ്ട്. തേർഡ് ഫൈറ്റ് ഡോമിനേഷൻ കണ്ടു നോക്കി 50-44. അല്ല ഇത് ഓഡ്സ് അറിയോ, -625 ആണ്. ഐ സപ്പോർട്ട് ദാറ്റ് 100% ബിക്കോസ് ജൂലിയാൻ കൈല ഹാരിസൺ അമാൻഡ നൂണിസിനെ വരെ തോൽപ്പിക്കാൻ കഴിവുള്ളവളാണ്.
കഴിഞ്ഞ ദിവസം ഗ്രൗണ്ടിലെ മാൻഡസ് പ്യുവർ ഗ്രാപ്ലിങ്ങിൽ പോരാ, അതാണ് നമ്മുടെ ആകെ ഒരു വീക്ക്നെസ്. പക്ഷെ സ്ട്രൈക്കിങ്ങിൽ ആ മാൻഡാക്കി ഇവിടെ ഉറക്കാനും പറ്റും, അവന്റെ കാര്യം ഉറക്കാൻ പറ്റും. എന്നെ നിങ്ങളെ മോസ്റ്റ് ഗായ്സ് ഇൻ ദ വേൾഡ്. ഈ ആകെ ഒരു ആർഗ്യുമെന്റ് പറയാണെന്നുണ്ടെങ്കില് കെയ്ലർ ലാസ്റ്റ് ഫൈറ്റില്ലേ ഇതേപോലെ വൺ സൈഡ് ഡോമിനേഷൻ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ ഒരു കേറ്റ്ലിൻ പക്ഷേ അത്രയ്ക്ക് ഡോമിനേഷൻ എക്സ്പീരിയൻസ്ഡ് ആണ്. അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ജൂലിയാനെ സ്റ്റൈലിസ്റ്റിക്കലി കേറ്റ്ലിൻ കിടിലനായിരുന്നു ഗ്രാപ്ലിങ്. ഇവള് വെറുതെ പക്ഷേ ഒരു ഇപ്പൊ തേർഡ് റൗണ്ട് ഫോർത്ത് റൗണ്ട് ഒക്കെ ഗ്യാസ് ഔട്ട് ആയാലും സമ്മതിച്ചു ഇടയ്ക്ക്. പക്ഷെ ഒരു കാര്യം ഞാനിക്കണോടാ, ജൂഡോ ഒളിമ്പിക് മെഡൽ വിന്നിങ് ഗ്രാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ കബീബ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാ? റെസ്ലിംഗ് ഈസ് റെസ്ലിംഗ് ബട്ട് ജൂഡോ ഈസ് അനദർ ലെവൽ. ജൂഡോ ഈസ് അനദർ ലെവൽ. കബീബ് പറയും ജപ്പാൻ സംഭവം കണ്ടിട്ടുണ്ടാ ഒരു വീഡിയോ. ജൂഡോ സീനാണെന്ന് വെച്ചാലേ ഈ ലെഗ് ലോക്ക് എന്ന് പറഞ്ഞ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണതിന് മുമ്പ്, ജോൺ ഡനഗർ ലെഗ് ലോക്ക് എന്ന് പറഞ്ഞ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണതിന് മുമ്പ് ജൂഡോ ചോദിച്ചു ഗ്രാപ്ലിംഗ് മാച്ച് വന്നാൽ ജൂഡോ ജയിക്കുള്ളായിരുന്നു എപ്പോഴും. കാരണം ജൂഡോക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ജൂഡോയുടെ ആള് തീരുമാനിക്കും അടിയിൽ പോണ എപ്പ അടിയിൽ പോകണം എപ്പ അടിയിൽ പോകണ്ട. കാരണം ഒരു ജൂഡോ അറിയാവുന്ന ഒരാളെ നമുക്ക് ടെക്നോളജി റെസ്ലിംഗ് ആൾക്ക് ടെക്നോ ചെയ്യാൻ പറ്റും, പ്യുവർ പി ജി ആൾക്ക് ടെക്നോ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ജൂഡോ സീനാണ് റിവേഴ്സലൊക്കെ പ്രത്യേകം ഒന്ന് ഗൂഗിളിൽ നോക്കി. അപ്പൊ അതുകൊണ്ട് ആ ജൂഡോ ഉള്ളവർക്ക് ഗ്രാപ്ലിംഗ് ഉണ്ട്. അപ്പൊ പെനിയൊക്കെ ഗ്രാപ്ലിംഗ് വിളിക്കണ്ട, അല്ലെങ്കിൽ മനസ്സിലായി ഗോട്ടഡ് ഗ്രാപ്ലേഴ്സ് തന്നെ മറ്റേ ഡേമിയം ആയ ബ്രയൻ ഓർട്ടേഗ ലെവല് അങ്ങനത്തെ ഒരു ഇവിടെ ഇല്ല. ഒരുത്തിയുണ്ട് മെക്കൻസിഡന്റെ ലെവലിൽ ഗ്രാപ്ലിംഗ് ഒന്നും പിന്നേക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഐ ആം ഗോയിങ് വിത്ത് കൈല ഹാരിസൺ ബൈ ഡോമിനേഷൻ വിക്ടറി സബ്മിഷൻ ഇൻ ദ തേർഡ് റൗണ്ട് ഓർ സെക്കൻഡ് റൗണ്ട്. എനിക്ക് മറ്റേ ഗ്രൗണ്ട് ടൈം കൊണ്ട് എൽബോ ഒക്കെ കൊടുത്ത് യൂലിയാനപ്പനയുടെ മുഖത്ത് നിന്നൊക്കെ ചോരയൊക്കെ ഒഴുകി അങ്ങനത്തെ ഒരു എൻഡിങ് ആയിരിക്കും. അല്ലെങ്കിൽ സൈക്കോട്ടിക് സൈക്കോ എനിക്ക് അവളെ വേർട്ടാടെ കാണണം. അല്ലെങ്കിൽ വേറൊരു ടെസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നാലാമത്തെ റൗണ്ടിലൊക്കെ കീല മറ്റേ ക്യാഷ് ഔട്ടായിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പക്ഷേ അതല്ല അയ്യോ അങ്ങനെ കിടന്ന വേറെ അടുത്ത അപ്സെറ്റ് യൂലിയാനപ്പന്റെ എല്ലാ അപ്സെറ്റ് വുമൺ പിന്നെ 2-3-4 ഫൈറ്റും കൂടി ഉണ്ട്. സ്കിപ്പിംഗ് ബിക്കോസ് ഐ ഹാവ് ടു ഗോ ടു വർക്ക്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഓടിക്കുന്നു. പ്രത്യേക ജൂൺ മാസം നമുക്ക് തന്ന ഫൈറ്റ് ഡാന കുക്ക് പറടാ UFC ഡെഡായിരുന്നു. 10 വയസ്സ് വരെ UFC ആ ഗൈസ് ഞങ്ങളുടെ ഒരു ലോങ് ടൈം വ്യൂവറായ തസ്രീഫ് കഴിഞ്ഞ ആഴ്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി ഞാൻ വേറെ ശരിയാത്ര നടത്തിയതാണ്. ലെഫ്റ്റ് ആയിട്ട് ഒരാഴ്ചയായിട്ട് റെസ്പോണ്ടിൽ ഒന്നുമില്ല. വല്ല ജീവനായ പറ്റിയിട്ടുണ്ടാവും വാട്സാപ്പ് ഈ അടിയില് കമന്റ് തസ്രീഫ് വി മിസ് യു. തസ്രീഫ് ജീവനുണ്ടെങ്കിൽ കമന്റ് ഇട്ടതാണ്. പുതിയ മൊബൈൽ നമ്പറും പറഞ്ഞ് വാട്സാപ്പിലോട്ട് വേഗം വരേണ്ടതാണ്. ഫസ്റ്റ് വീക്ക് 316. അത് കഴിഞ്ഞ് പിന്നെ 2 ഫൈറ്റ് നൈറ്റ് ആണ്. ബക്കലി കമാറു ഉസ്മാൻ, പിന്നെ ഹില്ല് റൗണ്ടറി, പിന്നെ സ്പാനിഷ് ഒരു കിഡും ഷോർട്ട് ഗൈയും പിന്നെ ബ്രസീലിയൻ ടോൾ ഗൈയും കൂടി നമ്മൾ ഫൈറ്റ്. ജൂൺ മാസം സീനാണ്. ഇവരെ ക്യാമറയുടെ മുമ്പിൽ ഈയരൊക്കെ വല്ലതും പറഞ്ഞല്ലേ? ഇവരെ ബാംഗ്ലൂരിന്ന് ഓരോന്ന് പറഞ്ഞേ ഇപ്പൊ എല്ലാം പറയാതെ അധികം പോണ്ട. ഇപ്പൊ എന്റെ ഇതിനുള്ളിലുണ്ട്. ഇപ്പൊ ഞാൻ പറയണം ഒരു കാര്യമില്ല. ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞ ചെയ്തായിരിക്കോട്ടെ. അവിടെ ഞാനിപ്പോ വെറുതെ വിട്ടിരിക്കുന്നത്. എനിക്ക് ആവശ്യമുണ്ട്. പറ ഷോർട്ട് ഗൈ ഞാൻ പറഞ്ഞു ഷോർട്ട് ഗൈ ഗൈസ്. ഇവരുടെ വൈദ്യുതി പറഞ്ഞു എപ്പോഴും എന്റെ ഷോർട്ട് ഗൈ എന്ന് പറഞ്ഞു മനസ്സിലായ എന്റെ മനസ്സിൽ ഇപ്പൊ എനിക്ക് കയറിപ്പോയി. ബക്ലി ഉസ്മാൻ പറഞ്ഞു അടിപൊളിയല്ലേ? ബക്ലി ഉസ്മാൻ പക്ഷെ ഒരു 2 കൊല്ലം മുമ്പാണ് നൈസായിരുന്നു. ഇപ്പോഴും നൈസാണ്. ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ലാസ്റ്റത്തെ പൊട്ടാൻ പോലാണ്. ഇപ്പൊ അറിയാം ജയിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ഷോട്ട് കൊടുക്കണം. കാരണം ഇല്ലേ എന്താ കാര്യം നിയമം എല്ലാം ഇത്രയും നാളെ MMA-ക്ക് വേണ്ടി ഉസ്മാൻ എന്തായാലും ഉസ്മാന്റെ ടൈമിൽ ഉസ്മാൻ ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് അടിപൊളിയായിരുന്നു. ഉസ്മാനെ എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ തോറ്റ് കഴിഞ്ഞപ്പോഴാണ് ഉസ്മാനെ കുറെ പേര് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഞാൻ അതിന് മുമ്പ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബക്ലി ജയിക്കുന്നാണ് പറയണ. കാരണം എനിക്കറിയില്ല
ഏജ് റിവേഴ്സ് ചെയ്യണം എങ്ങനെയാന്ന്. ഒരു വീഡിയോ ഉണ്ടായിരുന്ന കോബി കവിനെ ഹെർട്ട് ചെയ്തിട്ട് ഇടിക്കാൻ പോകണ്ട കാലം എന്നിട്ട് വയ്യാണ്ട് നമ്മളോട് 60 വയസ്സുള്ള അമ്മമാര് നടക്കൂലേ, വെരിക്കോസൈനും ലിഗമെന്റ് ഡയറുള്ള അമ്മമാര് തേയ്മാനം അതേപോലെയൊക്കെ. പക്ഷേ എന്തെങ്കിലും ഒരു നല്ലൊരു മൊമെന്റ്സ് ഒക്കെ കുറച്ച് ക്രിയേറ്റ് ചെയ്ത് ഈസി ആയിട്ടൊന്നായിരിക്കൂല. ബക്ലി വിൽ ഹാവ് KO അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉസ്മാനും കൂടി KO ചെയ്ത ശോഭ റിട്ടറിയാം. ഉസ്മാൻ ഹാവ് ടു റിട്ടയർ ഇഫ് ഹി ഗെറ്റ് KO'd. ഈ മാച്ച് ഒന്ന് കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ പുള്ളി ഫൈറ്റ് ചെയ്യട്ടെ. എനിക്കറിയില്ല ഇങ്ങനെ പുള്ളി ഹി മെയ്ഡ് ഓൺ ദ മണി. സ്ട്രിക്ലൻഡ് വരെ ഞാൻ പറഞ്ഞത് 1 മിനിറ്റ് ഓണം എത്രടാ? 6 കോടി 8 കോടി 32 കോടി സ്ട്രിക്ലൻഡിന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടെന്ന്. 30 കോടി ഓടിയുടെ ആസ്തി. എന്നിട്ട് ആ പന്നി പറയണേ UFC ഡസൻ പേ ഫൈറ്റ് ഷിറ്റ്. ഈ കള്ള നായിന്റെ പോലെ 32 കോടിയുടെ ആസ്തി ഉണ്ടാവും പറഞ്ഞ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 80 കോടിയുടെ ആസ്തി എനിക്ക് ഉണ്ടാവുന്നു, $10 million ഉണ്ടാവുന്നു. അത് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ റിട്ടയർ ചെയ്താ അത് ബാങ്കിൽ ഇട്ടിട്ട് 400,000 ചെയ്യാൻ എടുക്കുന്നു. 400,000 പറയുമ്പോ എത്രടാ? ഒരു 10-20 ലക്ഷം രൂപ ഒരു വർഷം എടുക്കുള്ളൂ. എന്നിട്ട് അതിൽ ഞാൻ ജീവിക്കും. അതവൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത്രയും പൈസ ഉണ്ടാക്കി കൊടുത്ത കള്ള നായിന്റെ പറയണേ UFC ഡസൻ പേ ഫൈറ്റ് ഷിറ്റ് എന്ന്. ഇത് പിന്നെ അങ്ങനെയാണ്. ഐ വിൽ ഗോ ടു ബാർ ബ്ലീഡ് എന്ന് പറഞ്ഞിട്ട് വെച്ച ആളല്ലേ. അപ്പൊ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്ഭുതമില്ല. ബക്ലി ഉസ്മാൻ, ഐ എം ഗോയിങ് വിത്ത് ബക്ലി. യു? ഞാൻ ഉസ്മാൻ മറ്റേ ട്വൈലൈറ്റ് ഓഫ് ദ കരിയർ ആണ്. അപ്പൊ ട്വൈലൈറ്റ് ഒന്ന് അവസാനത്തെ കുറച്ച് വെളിച്ചം കൂടി ഇങ്ങനെ കണ്ട് ഇറങ്ങിയത്. ഉസ്മാൻ ന്യൂമോൺ ഉണ്ടാവും, എക്ലിപ്സ് ആവുമെന്ന് നമുക്ക് കണ്ടറിയാം കോശി. അപ്പൊ അത് നീ പറഞ്ഞ ഉസ്മാൻ അല്ലേ? ഫൈറ്റ് എങ്ങനെ പോകുന്നൊക്കെ അറിയാതെ നിങ്ങൾക്ക് ടേക്ക് ഡൗൺ ചെയ്യാനൊന്നും പോണില്ല. ബക്ലി അത്യാവശ്യം ഡിഫൻസ് ഉണ്ട്. ബക്ലി റെസ്ലിംഗ് ഉള്ളവരാണ്. പക്ഷെ ഉസ്മാൻ റെസ്ലിംഗ് പ്രോമാക്സ് ആണ്. പക്ഷെ കാലില്ല. അപ്പൊ റെസ്ലിംഗ് മാച്ച് ആവും. അപ്പൊ അതുകൊണ്ട് സ്ട്രൈക്കിംഗ് ആയിരിക്കും. സ്ട്രൈക്കിംഗ് ബക്ലി ബർട്ടേഴ്സിലാണ് പവറാണ്. ബക്ലി 170 വന്നിട്ടില്ലേ? ബക്ലിയുടെ സ്ട്രൈക്കിംഗ് ആരും എടുത്തിട്ടാ കൊള്ളവരൊക്കെ ഉറങ്ങിപ്പോയി. 185 പോയപ്പോഴാണ് പുള്ളി 12 കുറെ തോറ്റുപോയത്. 170 കഴിഞ്ഞ 6 ഫൈറ്റ് ആളും ജയിച്ചിട്ടുണ്ട്. മനസ്സിലായ? ഒന്ന് ആലോചിക്ക്. ചെസ്റ്റ് രണ്ടുപേരുടെ ചെസ്റ്റ്, എന്റെ ചെസ്റ്റ് ബക്ലിയുടെ ചെസ്റ്റ് എത്തൂല. സീയാണ് ബക്ലി കൊതയാ പറയണം. പിന്നെ അത് അതിന്റെ അണ്ടർക്കാണ്. പിന്നെ അത് വരുമ്പോ നമുക്ക് കൂടി പറയാം. പിന്നെ ഹില്ല് റൗണ്ടറി ഞാൻ ഷോർട്ട് ആയിട്ട് പറയാം. രണ്ടുപേരും ജയിക്കാം. പക്ഷെ ഹില്ലി എന്തായാലും റൗണ്ടറിക്ക് ഒരു പൊടിക്ക് മേഖലയാണ് ഗൈസ്. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും സ്ട്രൈക്കിംഗ് മാച്ചിലായിക്കോളും എന്തായാലും റൗണ്ടറിക്ക് തട്ടിയാനുള്ള കഴിവുണ്ട്, ടൂൾസ് ഉണ്ട്, പവർ ഉണ്ട്. പക്ഷെ ഹില്ല് ജയിക്കണം. ഹിൽ ഇസ് എ ഫോർമാറ്റ് ചാർം ഗൈസ്. പിന്നെ പക്ഷെ നല്ലൊരു കിഡിലെ ഫൈറ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും KO വേണം. KO കാരണം റൗണ്ടറിക്ക് ബോറിംഗ് ഫൈറ്റ് ഇല്ല. റൗണ്ടറി വീട് കൾട്ടിലൊക്കെ ഉള്ള ആളാണ്. അവരെ അന്വേഷിക്കരുതട്ടാ. അയാളുടെ കൾട്ട്, അവരുടെ കൂടെ ഒരു സംഘടന, പിന്നെ അയാളുടെ എക്സായിരുന്നു ഡാൻ ഹാർഡിയുടെ വൈഫ്. ഇത് മറ്റേ അസർബൈജാൻ സ്ഥലത്താണ്. അപ്പൊ മറ്റേ ആളുണ്ട് ഫിസിയൊക്കെ ഫൈറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ പറയാം. എടാ പിന്നെ വേറെ ഏതാണ്? പിന്നെ നമ്മളെ 317 ഗായ്സ് ഞാനിപ്പോ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഞാനപ്പോ ഒരു ബെറ്റ് വെക്കാം. ബെറ്റല്ല, ഞാൻ ചാൾസ് ജയിച്ച 100 എത്തം ഐ ആം സോറി ചാൾസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇട്ടോളാം വീഡിയോ. ഞാനിത് പറയാൻ കാരണം എന്താ അറിയാം, കുറെ പേരെടുത്ത് പറഞ്ഞു ഞാനിപ്പോ ഈ ടുപ്പൂറിലേക്ക് ഒന്ന് അദ്ധം പതിച്ചറിയില്ല. അപ്പൊ കുറെ ചാൾസ് പറഞ്ഞു താനിങ്ങനെ പറഞ്ഞ് എന്ത് കോപ്പാണ്. അപ്പൊ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ ആദ്യം വേഗം മൊട്ട അടിക്കാന്നാണ്. പക്ഷെ ഇപ്പൊ പുതിയ ഓഫീസിൽ കയറിയൊക്കെയാണ് കുറച്ച് ഗേൾസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ മൊട്ടയുടെ ഷോ ഒന്നുമില്ല, ഷോ കൊടു. അത്ര വലിയ അപ്പൊ ഞാൻ നാണക്കേടല്ലേ. ഐ ആം സോറി ചാൾസ് 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എത്തുടണമെന്ന് പറഞ്ഞ എന്താ സുമ്മാവാ. എടാ അതൊക്കെ മതി. ഞാൻ എന്റെ ഡിഗ്നിറ്റി അത് പോരെന്ന് ഞാൻ തുണിയില്ലാതെ റോട്ടിൽ കൂടി നിങ്ങൾ ഓടാ. അത് നമുക്ക് ഇടാൻ പറ്റില്ല. ഓടി ഞാൻ സോറി ചാൾസ്. പക്ഷേ ജയിച്ചാൽ നിങ്ങൾ എത്തുള്ളൂ. ഇല്ലല്ല അതായത് കുഴപ്പമില്ല, ഞാൻ ഏറ്റി. അപ്പൊ അത് കാണാനായിട്ട് ലൈവ് കീപ്പ് ഓൺ വാച്ചിങ്. പിന്നെ ജോൺസിന് എന്താണ് പൊട്ടന്മാരെ മട്ടഞ്ചിയേക്കും മട്ടന്മാരാണ് ഇവൻ പറയണത്. ജോൺസ് ഹേറ്റേഴ്സ് 2020 ശേഷം ഇറങ്ങിയ പോസ്റ്റ് കൊറോണ ഫാൻസ് മനഃപൂർവ്വം ട്രിഗർ ചെയ്യണത്. 2 ദിവസം മുമ്പ് ഗായ്സ്, 2 ദിവസം മുമ്പ് ജോൺസ് തായ്ലാൻഡിലെ ക്യാമ്പിൽ ചോദിച്ച് വാട്ട് അവർ ടോം വീസ് ജോൺ. ഗായ്സ്, the UFC is the biggest organization in the world. I can legally talk about it. Guys, ICAN_T LEGALLYTSLTALKABOUT അതിന്റെ അർത്ഥം ഞാനൊരു കോൺട്രാക്ട് ഒപ്പിട്ടെന്ന്. ഒരു കോൺട്രാക്ട് ഒപ്പിട്ടെന്ന് പറഞ്ഞ അർത്ഥം ഫൈറ്റ് നടക്കും. നിങ്ങൾ പൊട്ടന്മാരാണ്. എടാ ഹമീദെ മല്ലൂക്കയോ
അല്ല ചിലപ്പോ ഇതാണെങ്കിലാ ഞാൻ എന്നെ മറ്റേ UFC സ്ട്രിപ്പ് ചെയ്ത് അതിന്റെ അനൗൺസ്മെന്റ് UFC കുറച്ച് ദിവസം മുന്നേ പറയും അത് കാരണം ലീഗിൽ ടോക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ ഫൈറ്റിലിരിക്കുന്ന ആൾക്കാർ സ്ട്രിപ്പ് ചെയ്ത ജോൺസ് മറ്റേ ഭ്രാന്തനായിക്കോളൂ അങ്ങനെയൊക്കെ പറഞ്ഞ അത് മാത്രമല്ല ഡാന സ്ട്രിപ്പ് ചെയ്തെങ്കിൽ ഡാന ഇതും മാറിയാണ്. ഇതിപ്പോ നിങ്ങൾ നോക്കിക്കോ ഗൈസ്, ടോമും ജോൺസൺ പറയുന്നു ഇപ്പൊ ഏറ്റവും ഹോട്ടസ്റ്റ് ടോപ്പിക്കായി. കാരണം ടോണി ഡാഡ് എന്ന് പറഞ്ഞ മച്ചാൻ അവനെ ഇൻസ്റ്റാഗ്രാമിൽ പണ്ട് ഫോളോ ചെയ്താണ്ടോ അവനൊന്നുമില്ല, ഇപ്പൊ വലിയ ആളായി. ഇപ്പൊ ട്വിറ്ററിലൊക്കെ അവനവർ സംസാരം അവനൊരു പെറ്റീഷൻ തുടങ്ങി ഈ 2000 പേര്. ഇത് മറ്റേ മനസ്സിലായി ഗാസ പാലസ്തീൻ വാറിൽ പെറ്റീഷൻ ഒപ്പിട്ട് ഒരു ഗുണം ഉണ്ടായില്ല, അതേപോലെ ഇതും ഒരു ഗുണം ഉണ്ടാകുമ്പോള്ള. അപ്പൊ അതുകൊണ്ട് ഫോളോ ചെയ്തിട്ട് ഒരു കാര്യം അടുത്ത ആഴ്ച അവർ ഫോളോ ചെയ്യും. ജോൺസ് അപ്പോണൻസിന്റെ ലെവൽ അനുസരിച്ച് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ DC ആയിട്ടുള്ള ഫൈറ്റ്, ഗസ്റ്റഫ്സൺ ആയിട്ടുള്ള ഫൈറ്റ്, ഷോഗൻ ആയിട്ടുള്ള ഫൈറ്റ്, മച്ചീഡി ആയിട്ടുള്ള ഫൈറ്റ്, അല്ലെങ്കിൽ ഒപ്പോണൻസ് ഇപ്പൊ ആന്റണി സ്മിത്ത് ആയിട്ടുള്ള ആന്റണി സ്മിത്ത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, റിയാസിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കാനോണ്ട് തന്നെയാണ്. പിന്നെ റിയാസിനെ പറ്റി ആരും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വെർഡിറ്റ് MMA ഒന്നും എടുത്ത് നോക്കിക്കോട്ടെ. വെർഡിറ്റ് MMA സ്കോർ നോക്കിക്കോ എന്നിട്ട് തിരിച്ചു പോവാ, അല്ലാണ്ട് ഇവിടെ അതിലും അടിക്കണ്ട. റിയാസ് ജയിച്ചെന്നുള്ള ആർഗ്യുമെന്റ് ഞാൻ സമ്മതിച്ചു, ജോൺസ് ജയിച്ചില്ലെന്ന് പറയാൻ നിൽക്കരുത്. ഓക്കെ, യെസ് ആൻഡ് സംടൈംസ് യു ഹാവ് ടു ബീറ്റ് ദി ചാമ്പ് ടു ബീ ദി ചാമ്പ് എന്ന് പറയും. അതൊരു വെറുതെ തോപ്പിയല്ല, ഡെഫിനറ്റ് ആയിട്ട് തോപ്പിക്കണം. അങ്ങനൊരു റൂമർ ഉണ്ട് MMA, റൂമർ അല്ല ഫാക്റ്റാണത്, അൺറിട്ടൺ റൂൾ. അപ്പൊ അതോട് ജോൺസ് പ്രൈം ജോൺസ് ഒരു പ്രാവശ്യം കൂടി ഷോപ്പ് ചെയ്യും. നിങ്ങൾ ഗോസ്റ്റ് റൈഡർ പടത്തിനകത്ത് ക്യാൻ യു കീപ്പ് അപ്പ് എന്ന് പറയുമ്പോ ആ കിളവൻ അവസാനം കുതിര കയറിയിട്ട് പഴയ കുതിരയെ മാറിയിട്ട് ആ പൂവില്ല. അതുപോലെ വൺ ലാസ്റ്റ് ടൈം പ്രൈം ജോൺസ് വിൽ ഷോ അപ്പ്. Tom has no idea what's coming, bro. No idea. ടോം ഇപ്പൊ ഇന്നലെ പറഞ്ഞേട്ടാ ജോൺസ് റിട്ടയർ ചെയ്ത്, ജോൺസ് ഹാപ്പി ആയിട്ട് റിട്ടയർ ചെയ്ത് ഞാൻ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ സെൽഫ് പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. സംഭവം ഇത് പറ്റിങ്ങനെ ഇതിപ്പില്ലേ ജോൺസ് പറഞ്ഞ ടോം പോപ്പുലറായി. ടോമിന് എല്ലാവർക്കും അറിയാൻ പറ്റിപ്പ. കാരണം ടോം എന്ന് പറഞ്ഞാൽ UK മാത്രം അറിയപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ലോകം മൊത്തം അറിയാം. ജോൺസ് അറിയുന്ന ആൾക്കാർക്ക് ടോമെ അറിയാം. കാരണം MMA അറിയുന്ന ആൾക്കാർക്ക് ജോൺസ് അറിയുന്ന ആൾക്കാർക്ക് ടോമെ അറിയാം. ടോം മനസ്സിലായി പോപ്പുലാരിറ്റി സ്റ്റീലിരിക്കണേ ജോൺസിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ചോര പിടിച്ച് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ജോൺസ്. പക്ഷെ കുഴപ്പമില്ല, ജോൺസ് ഇപ്പോ അപ്പൊ UFC ബെനിഫിറ്റാണ്, ടോമിന്റെ ബെനിഫിറ്റാണ്. ഇനി ടോം ജോൺസിനെ തോപ്പിച്ച മെഗാ സ്റ്റാർ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഒരു സ്റ്റാറിനോട് ഇവന്റെ പുലിവര കല്യാണത്തിന് ചെക്കന്റെ സ്ഥാനത്ത് കയറിയിരിക്കും. ടോമിന് പെട്ടെന്ന് സ്റ്റാർ ആയിക്കണം, ഇൻസ്റ്റന്റ് സ്റ്റാർ ജോണിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാലിനെ ആരാ പിടിച്ച് റീമാച്ച് വാടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലാവട്ടെ, അതിന്റെ പ്രഡിക്ഷൻ ഞാൻ പറയാനുള്ള പ്രഡിക്ഷനൊക്കെ പിന്നെ ഒഫീഷ്യലായിട്ട് പറയാം, അനൗൺസ് ചെയ്ത്. അതിന് നല്ലൊരു ഡേറ്റ് ഉണ്ട്. കാരണം നവംബറിൽ ഒരു MSG കാർഡ് ഉണ്ട്, 3-2-2 ആയിരിക്കുന്നു. അത് സെറ്റ് വെന്യൂ ആണ്. എന്തായാലും ജോൺസ് MSGയിലെ ഫൈറ്റ് ചെയ്യുള്ളൂ, അത്ര ബിഗ് വെന്യൂലേക്ക് ഫൈറ്റ് ചെയ്യുള്ളൂ. അപ്പൊ കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നവംബർ ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോ അനൗൺസ് ചെയ്യാത്ത. അല്ല 360 370 അനൗൺസ് ചെയ്യും. 370 ടൂപ്പൂര് ചാൾസിനെ ഉറക്കിയിട്ട് അനൗൺസ് ചെയ്യാനുള്ള മോൻ്റെ ആലോചിച്ച് ചാൾസിനെ ഉറക്കൂട്ടെ. എന്റെ കുഞ്ഞു കഴിഞ്ഞ കാര്യം പറഞ്ഞോട്ടെ, ചാൾസിനെ ഉറക്കും. നിങ്ങൾ ചാൾസ് വെച്ച് വരുമ്പോഴത്തെ ഒരു കാര്യമില്ല. ഞാനിനി പറയാം, കാരണം ഞാൻ എത്തുണ്ടാന്ന് കേട്ടല്ലേ, ഇനി പലതും പറയാം. ചാൾസ് പോക്കും ഞാൻ എഴുതി ഒപ്പിട്ടരാ. ബെറ്റ് വെക്കാനുണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്തിട്ട് നമ്പർ കമന്റ് ചെയ്യും വാട്സാപ്പിൽ. അത് ഞങ്ങൾ ഗ്രൂപ്പിൽ എനിക്ക് DM ചെയ്യും. ബെറ്റ് വെക്കാനുള്ള 5000 രൂപ ബെറ്റ് വെക്കാൻ തയ്യാറാണ് 5 പേരോട്. അപ്പൊ ബെറ്റ് വെക്കണവർ വന്നോ അടിയിൽ വന്നോ കമന്റ് ചെയ്തോ, എന്നിട്ട് പ്രൂഫ് ഇട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടും. പ്രൂഫ് ആയില്ല എന്നിട്ട് എനിക്ക് മാറാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് മാറാൻ പറ്റുന്നത് എത്തുടും അത്രേ ഉള്ളു. അത് ബെറ്റിന് ആരാ വന്നേ നോക്കട്ടെ, ആൾക്കാരുടെ ആള് സംസാരിക്കട്ടെ. അത് ലെവൽ ഓഫ് MMA നോളജ് നോക്കിയിട്ട് മുട്ടാൻ പറ്റിയ നോക്കട്ടെ. കാരണം നമ്മളെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിയാൻ കയറില്ലേ. അപ്പൊ നോക്കാം. ഞങ്ങൾ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.